രണ്ട് സമുജ്വലമായ പരിപാടിയാണ് ഗുജറാത്തിലുണ്ടായിരുന്നത്. ഒന്ന് ബറോഡ സമ അയ്യപ്പ ക്ഷേത്രത്തില് 1000-ലധികം വ്യക്തികളുടെ അത്യത്ഭുതകരമായ മുഖഭാവവും അവർക്ക് അറിയാനുള്ള ആകാംക്ഷയും ഹിന്ദു ധർമ്മം പുനർജനിക്കുന്ന പ്രതീതിയും ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിലിരുന്ന എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു. 2.5 മണിക്കൂർ 7.5 തൊട്ട് 2.5 മണിക്കൂർ നീണ്ടുനിന്ന ആ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രി 8 തൊട്ട് 11 മണി വരെ ഗാന്ധിധാമിലെ അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. വളരെ വളരെ ഷാർപ്പായിട്ടുള്ള പ്രഭാഷണമായിരുന്നു. അങ്ങനെ ഒരിക്കലും നടത്താറില്ല. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ പൈതൃകം പഠിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കുക. നമുക്കൊരു പോപ്പോ ബിഷപ്പോ കർദിനാളോ അച്ഛനോ നിയന്ത്രിക്കാനില്ല. കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ആ തലമുറയ്ക്ക് കൊടുക്കാനും എടുക്കാനും ആരും ഉണ്ടാവില്ല. നമ്മളുടെ ധർമ്മത്തെ അവഹേളിക്കപ്പെടുന്നതിന് പ്രതികരിക്കാൻ ഇന്ന് കുറെ പേർക്കെങ്കിലും വേണം, പ്രതികരിക്കണമെന്ന് തോന്നാൻ കാരണം മനസ്സിൽ ഇതെല്ലാം പഠിക്കണമെന്ന ഇച്ഛാശക്തി ഉത്ഭവിച്ചതുകൊണ്ടാണ് സാധിച്ചത്. കുറേ പേര് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് തലച്ചോറിൽ ജ്ഞാനശക്തി ഉണ്ടാവാൻ കാരണം. നമ്മളുടെ ധർമ്മത്തെയും നമ്മുടെ ക്ഷേത്രത്തെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും നമ്മളുടെ എല്ലാത്തിനെയും അവഹേളിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള ക്രിയാശക്തി ഉണ്ടായത് അറിവിന്റെ ശക്തി കൊണ്ടാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, 10,000-ഓളം മലയാളികള് ഉള്ള ഗാന്ധിധാം അയ്യപ്പ ക്ഷേത്രത്തിലെ അത്യുജ്വലമായിട്ടുള്ള ഓഡിറ്റോറിയത്തില് അവിടെ തന്നെ ഒരു 5,000 പേരെ 6,000 പേരെ കൊള്ളാം. അതിന്റെ ഏതാണ്ട് പകുതിയോളം നിറഞ്ഞു നിന്ന ആ സദസ്സില് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പൈതൃകം പഠിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അത് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഫേവർ ചെയ്യുന്നു എന്ന് ധരിക്കല്ലേ. അമ്മയെ ചികിത്സിക്കുന്നത് മക്കളുടെ ധർമ്മമാണ്. ഞാൻ അമ്മയെ ചികിത്സിക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടാനും അവാർഡ് കിട്ടാനും പത്മശ്രീ കിട്ടാനും ആവരുത്. ഈ നാടിന്റെ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള പൈതൃകം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഒരു വിഭാഗത്തിൽപ്പെടുന്ന രാഷ്ട്രീയക്കാരുണ്ട്, ഒരു വിഭാഗത്തിലെ യുക്തിവാദികളുണ്ട്. ഹിന്ദുക്കളായ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ജയിക്കുക എന്ന മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവസരവാദിത്വത്തിലൂടെ പോകുന്ന ഒരു വിഭാഗമുണ്ട്. മതം മാറ്റത്തിന്റെ കുത്തി ഒലിക്കൽ നടത്തുന്ന ക്രിസ്ത്യാനികളുണ്ട്. ലവ് ജിഹാദിലൂടെ പോകുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇത്രയും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഹിന്ദു ധർമ്മം നിലനിൽക്കണമെങ്കിൽ പുറത്തു നിന്നാരും അതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടായി എന്ന് വരില്ല. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനാണ്. അവനവനെ ഉദ്ധരിക്കേണ്ടത് അവനവനാണ്. അവനവന്റെ കുടുംബധർമ്മം, അവനവന്റെ സമൂഹധർമ്മവും അവനവന്റെ രാഷ്ട്രധർമ്മവും അനുഷ്ഠിക്കേണ്ടത് നിങ്ങളാണ്. അന്നദാനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് വരുന്നവരാ 10,000-കണക്കിന് വ്യക്തികള്. അവർക്കൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഭക്ഷണം കഴിക്കാനുള്ളവർ മാത്രമേ അമ്പലത്തിലേക്ക് അന്നദാനത്തിന് വരാറുള്ളൂ. ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ഓലക്കൂരയിലും ലക്ഷം വീടുകളിലും കഴിയുന്ന ഒരു ഹിന്ദുവും ക്യൂവിൽ നിന്ന് അമ്പലത്തില് അന്നദാനത്തിന് വരാറില്ല. അതുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നത് അന്നദാനത്തിനും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്തതിന് പകരമായിട്ട് ദൈവത്തിന്റെ പ്രസാദം എന്ന പേരില് വരുന്നതല്ല ക്ഷേത്ര ദർശനവും ക്ഷേത്ര സംരക്ഷണവും. ഏതായാലും 2.5 മണിക്കൂർ നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും പതിവായിട്ട് കൊടുക്കുന്ന മാതിരി ആചാരങ്ങളെക്കുറിച്ചും നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും പദാനുപദം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒത്തിരി വ്യക്തികൾ പറഞ്ഞു 1 മണിക്കൂർ കൂടി നീണ്ടാലും കുഴപ്പമില്ല, അർദ്ധരാത്രി 12 മണി വരെ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ മുഖഭാവവും അവരുടെ വാക്കുകളും അവരുടെ വരികളും
ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള മൈക്ക് സെറ്റിന്റെ അറേഞ്ച്മെന്റും ശാന്തമായിട്ടിരുന്നവരുടെ അകത്ത് കത്തിജ്വലിക്കുന്ന ആത്മാഭിമാനമുണ്ടാക്കി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും ഹിന്ദുവായി ജനിക്കണമെന്ന് അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച് ഹിന്ദുവായി വളരണം. അതുപോലെ തന്നെ ഹിന്ദുവായി തന്നെ പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടിൽ മരിക്കാൻ സാധിക്കണമേ ഭാരത മാതാവേ എന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞു. ദേവതമാർക്കും പിതൃക്കൾക്കും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനും സമർപ്പണം കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഒരു പക്ഷേ അവിടെ സംഘടിപ്പിച്ചവരുടെ ഭാഷയിൽ ഒരു സാംസ്കാരിക പൈതൃക പ്രഭാഷണത്തിന് ഇത്രയും അധികം ആൾക്കാർ അനങ്ങാതെ 2.5-3 മണിക്കൂർ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് തോന്നുന്നത്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി നേരെ ഭുജിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഇന്ന് 3 മണിക്ക് ഇവിടെ ഇറങ്ങി ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി, അവിടെ 2 പ്രഭാഷണവും തകർത്ത് തിമർത്ത് പെയ്ത മഴ പോലെ ആനന്ദാനുഭൂതിയുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന മറ്റൊരു ആനന്ദവും കൂടി സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.